സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച, അതായത് മാർച്ച് 14 തീയതി ഇവിടെ നിന്നും ജിബൂട്ടിക്ക് പോയ എക്സ്പ്രസ് കാവേരി അന്ന് തന്നെ ഇവിടെ ബർത്ത് ചെയ്ത MSC റിക്കു, പിന്നെ ഇവിടെ ആൾറെഡി ബർത്ത് ചെയ്തിരുന്ന MSC കെയ്റോ എന്നിവയുടെ ദൃശ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോ. അതിനു മുന്നേ അല്പനേരം വിഴിഞ്ഞത്തെ മറ്റു ചില കാഴ്ചകൾ കാണാം. ഒരു ഫിഷിംഗ് ട്രോളർ മറ്റു 3 ഫിഷിംഗ് ബോട്ടുകളെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നത് കണ്ടോ? ആ ഫിഷിംഗ് ബോട്ടുകൾ മുങ്ങി താഴുന്നത് പോലെ തോന്നും. ട്രോളറിന് പിന്നിൽ ബോട്ടുകളെ കെട്ടിവലിച്ചു കൊണ്ടുവന്നാൽ അത്രയും ഇന്ധനം ലാഭിക്കാമല്ലോ. ഒരു ബോട്ടിനെ ട്രോളറിനരികിലേക്ക് വലിച്ച് അടുപ്പിച്ച ശേഷം അതിലേക്ക് ഇറങ്ങാം, പിന്നെ അടുത്തതിനെ വലിച്ചടുപ്പിക്കും, പിന്നെ അടുത്തത്. ആദ്യത്തെ ബോട്ടിലേക്ക് ആളുകൾ കയറി കഴിഞ്ഞു. രണ്ടാമത്തെ ബോട്ടിനെ വലിച്ചടുപ്പിക്കുകയാണ്. ഒരു ബോട്ട് ഓളങ്ങൾക്കിടയിൽ താഴ്ന്നു പോയത് കണ്ടോ? ബോട്ടുകളെ വലിച്ചുകൊണ്ടുവന്ന ട്രോളർ അടുത്ത ബോട്ടിനെ വലിക്കുന്നു. രണ്ട് ബോട്ടുകളിൽ ആളുകൾ കയറി മൂന്നാമത്തെ ബോട്ടിനെ വലിച്ചടുപ്പിക്കുന്നു. ഇനി ട്രോളറും ബോട്ടുകളും ഹാർബറിലേക്ക്. ഇനി എക്സ്പ്രസ് കാവേരിയുടെയും MSC കെയ്റോയുടെയും കാര്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ ബർത്തിൽ എക്സ്പ്രസ് കാവേരിയും രണ്ടാമത്തെ ബർത്തിൽ MSC കെയ്റോയും. രണ്ട് കപ്പലുകളെയും എതിർദിശയിലാണ് മൂറിംഗ് നടത്തിയിരിക്കുന്നത്. MSC കെയ്റോ കാവേരിയേക്കാളും വലിയ കപ്പലാണ്. MSC കെയ്റോയുടെ ബ്രിഡ്ജിന് മുന്നിലിരിക്കുന്ന വെള്ള നിറത്തിലുള്ള കണ്ടെയ്നറുകൾ കണ്ടോ? ഭൂരിഭാഗവും റീഫർ കണ്ടെയ്നറുകളാണ്, അതായത് റെഫ്രിജറേഷൻ സംവിധാനം ഉള്ള കണ്ടെയ്നറുകൾ. പെട്ടെന്ന് കേടാവുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും കൊണ്ടുപോകാനാണ് ഈ ടൈപ്പ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നത്. ആ റീഫർ കണ്ടെയ്നറുകളുടെ പിൻഭാഗം കണ്ടോ? കറുപ്പോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ നിറത്തിലുള്ള ആ ഭാഗം, അവിടെയാണ് കണ്ടെയ്നറിന്റെ ശീതീകരണ സംവിധാനവും അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ജനറേറ്ററും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നത്. MSC കെയ്റോയിൽ നിന്നും ഒരു റീഫർ കണ്ടെയ്നർ ഉയർന്നു വരുന്നത് കണ്ടോ? അടുത്ത ജേഡ് സർവീസ് കപ്പലിൽ കയറ്റിവിടാനുള്ളതായിരിക്കും. ഇവിടെ നിന്ന് പുറത്തേക്ക് കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം റെഡി ആയിട്ടില്ലല്ലോ. കപ്പലിലോ അല്ലെങ്കിൽ കണ്ടെയ്നർ സ്റ്റാക്കപ്പ് ചെയ്തിരിക്കുന്ന തുറമുഖത്തോ ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കാനുള്ള പവർ സപ്ലൈ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറ് കാരണം പവർ സപ്ലൈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ റീഫർ കണ്ടെയ്നറുകളുടെ പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും നല്ല ഇനം കൊഞ്ചും നെയ്മീനും മറ്റു മത്സ്യങ്ങളുമൊക്കെ ഇതുപോലെയുള്ള കണ്ടെയ്നറുകളിലാണ് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഗൾഫിലേക്കുമൊക്കെ കയറ്റി അയക്കുന്നത്. MSC കെയ്റോയുടെ നാവിഗേഷൻ ബ്രിഡ്ജും ഫണലും മറ്റും. മറ്റൊരു റീഫർ കണ്ടെയ്നർ അൺലോഡ് ചെയ്യുന്നു. റീഫർ കണ്ടെയ്നറിന്റെ റെഫ്രിജറേഷൻ സംവിധാനവും ജനറേറ്ററും മറ്റും. ഈ സംവിധാനങ്ങൾ ഓരോ കണ്ടെയ്നറിനും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകും. മുൻപ് കണ്ട ട്രോളറും ബോട്ടുകളും ഹാർബറിലേക്ക് വരുന്നു. ആകാശത്തിന്റെ നീല നിറവും കൂടി ആയപ്പോൾ കടലിലെ വെള്ളത്തിന്റെ നിറം കണ്ടോ? കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാർമേഘം ഉണ്ടായിരുന്നത് കാരണം കടൽ വെള്ളത്തിന് ഒരു ബ്ലാക്ക് ഷെയ്ഡായിരുന്നു.
ഇപ്പോൾ അടിപൊളി നിറം. എക്സ്പ്രസ് കാവേരിയിലേക്ക് ഒരു പ്രത്യേകതരം കണ്ടെയ്നർ കയറ്റുന്നത് കണ്ടോ? ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുമല്ലോ. ഇത് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിനോട് ചേർന്നുള്ള ക്രൈസ്റ്റ് ദി റിഡിമർ പ്രതിമയുടെ മാതൃക. ഇത് സിന്ധുമാത ചർച്ച്, ലേഡി ഓഫ് ഗുഡ് വോയേജ് ചർച്ച് എന്നും പറയും. ഇത് വിഴിഞ്ഞം ജുമാ മസ്ജിദ്. കോവളത്ത് പാരാസെയിലിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ടാണ് ആ കാണുന്നത്. തിരമാല പാറയിലേക്ക് അടിച്ചു കയറുന്നത് കണ്ടോ? എക്സ്പ്രസ് കാവേരിയിലെ ഇൻബിൽറ്റ് ക്രെയിനുകൾ കണ്ടോ? ഇത് ഏറ്റവും മുന്നിലേത്. ക്രെയിൻ നിയന്ത്രിക്കുന്ന ആളുടെ ക്യാബിൻ കണ്ടോ? ഇത് രണ്ടാമത്തെ ക്രെയിൻ. ഏറ്റവും പിന്നിലെ ക്രെയിനിനെയും കാണാം. അപ്പോൾ ഇനി നമുക്ക് എക്സ്പ്രസ് കാവേരി ജിബൂട്ടിലേക്ക് പോകുന്നതിൻ്റെയും MSC റിക്കു തുറമുഖത്തേക്ക് വരുന്നതിൻ്റെയും ദൃശ്യത്തിലേക്ക് പോകാം. ഒരു സ്പീഡ് ബോട്ട്. MSC റിക്കു പുറംകടലിൽ നിന്നും തുറമുഖത്തേക്ക് വരുന്നു. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലായതിനാൽ പുറംകടലിലെ കാഴ്ചകൾ മങ്ങിയതാണ്. കപ്പലുകൾ വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കപ്പൽ ചാലിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫിഷിംഗ് ബോട്ട്. MSC റിക്കു വളരെ ദൂരെ വെച്ച് തന്നെ ഇടത്തേക്ക് തിരിഞ്ഞു. എന്താണെന്നറിയില്ല. അതേ സമയത്ത് തന്നെ എക്സ്പ്രസ് കാവേരി പുലിമുട്ടിന് പുറത്തേക്ക് വരികയാണ്. വളരെ ചെറിയ കപ്പലാണ്. 172 മീറ്റർ നീളവും 28 മീറ്റർ വീതിയുമേ ഉള്ളൂ. ബർത്തിൽ ഉള്ള MSC കൈറോയ്ക്ക് 260 മീറ്റർ നീളവും 32.5 മീറ്റർ വീതിയുമുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന MSC റിക്കു കുറച്ചുകൂടി വലുതാണ്. 340 മീറ്റർ നീളവും 45 മീറ്റർ വീതിയും. എക്സ്പ്രസ് കാവേരിയുടെ ബ്രിഡ്ജ്. ക്രെയിനുകൾ. 2008 നിർമ്മിച്ച കപ്പൽ, 17 വർഷത്തെ പഴക്കം. 2008 പേര് ഹാൻജിൻ നവശേവ. 2016 അത് ഓഷ്യൻ നവശേവ എന്നായി. പിന്നീട് 2020 ഓഷ്യൻ ഡ്രാഗൺ എന്നുമായി. 2021 ഇപ്പോഴത്തെ പേരായ എക്സ്പ്രസ് കാവേരി എന്നായത്. കപ്പലും ടഗുകളും തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം കണ്ടോ? MSC അന്നയും പലേർമോയും എന്ന എൻ്റെ വീഡിയോ കണ്ടു നോക്കുക. ടഗും വലിയ കപ്പലും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം മനസ്സിലാകും. ഒരു കാര്യം ശ്രദ്ധിച്ചോ? എക്സ്പ്രസ് കാവേരിയുടെ സൈഡിലെ ഹാൻഡ് റെയിൽ, അതായത് കൈവരിയിൽ നമ്മൾ മുള്ളുവേലി കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പി ചുറ്റിയിരിക്കുന്നത് കണ്ടോ? ഇത് എന്തിനായിരിക്കും എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ജിബൂട്ടിയാണ് ഡെസ്റ്റിനേഷൻ. സോമാലിയയുടെ അടുത്തുകൂടി പോകണം. അതായത് ഗൾഫ് ഓഫ് ഏഡൻ, കടൽ കൊള്ളക്കാരുടെ വിഹാരകേന്ദ്രം.
അങ്ങോട്ട് പോകുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ കൈവരിയിൽ മുള്ളുവേലി കെട്ടിയിരിക്കുന്നത്. കപ്പലും ടഗും ഒരേ വേഗത്തിൽ പോകുന്നത് കണ്ടോ? എക്സ്പ്രസ് കാവേരിയെ പുലിമുട്ടിന് പുറത്തെത്തിക്കാൻ കപ്പലിൽ കയറിയിരിക്കുന്ന പൈലറ്റ് തിരികെ വരുമ്പോൾ കയറ്റുന്നതിന് വേണ്ടിയാണ് ടഗുകൾ കൂടെ പോകുന്നത്. കപ്പലും ടഗും ഒരേ വേഗത്തിൽ പോകുന്നത് കാണാൻ നല്ല രസം. ടഗ് കടൽ വെള്ളത്തെ തള്ളി മാറ്റുന്നത് കണ്ടോ? അടിപൊളി ദൃശ്യം. ആ കമ്പിവേലി കടൽ കൊള്ളക്കാരുടെ ഭീഷണി ഇല്ലാത്തടത്തെത്തുമ്പോൾ ഊരി മാറ്റുമോ? ചെറിയ കപ്പൽ ആയതുകൊണ്ട് ഇതുപോലെ മറ്റൊരു ബോട്ടിൽ വന്ന് അനായാസം കപ്പലിലേക്ക് കടന്നു കയറാൻ പറ്റും. വലിയ കപ്പലുകളിൽ ഉയരക്കൂടുതൽ കാരണം കടന്നുകയറ്റം അത്ര എളുപ്പമല്ല. എങ്കിലും വലിയ കപ്പലുകളും കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോകാറുണ്ട്. ഡോൾഫിൻ 27. രണ്ടാമത്തെ ടഗും പിറകെയുണ്ട്. MSC റിക്കു. എക്സ്പ്രസ് കാവേരിയിൽ നിന്നും ടഗിലേക്ക് ഇറങ്ങാനുള്ള പൈലറ്റ് വരുന്നു. ചെറിയ കപ്പലിൽ നിന്നും വളരെ എളുപ്പം ടഗിലേക്ക് ഇറങ്ങാം. പുള്ളി ഇറങ്ങുന്നു. കാര്യം കഴിഞ്ഞു. എന്തെളുപ്പം. ടഗ് കപ്പലിനടുത്ത് നിന്നും മാറുന്നത് കണ്ടോ? എക്സ്പ്രസ് കാവേരി വലതുവശത്തേക്ക് മനൂവറിംഗ് നടത്തുകയാണ്. അതായത് വലത്തേക്ക് തിരിയുന്നു. ഡെസ്റ്റിനേഷൻ ജിബൂട്ടി ആണെങ്കിലും ഇതേ ദിവസം രാത്രി ഞാൻ ആപ്പ് വഴി നോക്കിയപ്പോൾ എക്സ്പ്രസ് കാവേരി കൊച്ചി പുറം കടലിലുണ്ട്. നിലവിൽ ഇവിടെ ബങ്കറിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊച്ചിയിൽ പോയി വേണം ഇന്ധനം നിറയ്ക്കാൻ. ലോകത്തിലെ വൻകിട കപ്പലുകൾ വിഴിഞ്ഞത്ത് വരുന്നത് കൊണ്ടും തിരക്ക് കൂടി വരുന്നത് കൊണ്ടും അധികം താമസിയാതെ ഇവിടെയും ബങ്കറിംഗ് സൗകര്യം വരും. അപ്പോൾ കാർഗോ ലോഡിംഗ് അല്ലെങ്കിൽ അൺലോഡിംഗ് നടക്കുമ്പോൾ തന്നെ ബങ്കറിംഗും നടക്കും. ബങ്കറിംഗ് കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ചയോടുകൂടി എക്സ്പ്രസ് കാവേരി ജിബൂട്ടിലേക്ക് പോയി. എക്സ്പ്രസ് കാവേരി സിംഗപ്പൂർ. പിന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടോ? എക്സ്പ്രസ് കാവേരി തിരിയുന്നത് കണ്ടോ? കപ്പലിന്റെ പിന്നിലെ റഡർ തിരിയുന്നതിന് എതിർവശത്തേക്ക് കപ്പലിന്റെ പിൻഭാഗം തെന്നി നീങ്ങുമ്പോൾ കപ്പൽ എതിർവശത്തേക്ക് തിരിയും. അതായത് റഡർ തിരിയുന്ന അതേ വശത്തേക്ക് കപ്പൽ തിരിയും. പിന്നിലെ ടഗ് പൈലറ്റിനെയും കൊണ്ട് റിക്കുവിനടുത്തേക്ക് പോകും. പൈലറ്റ് റിക്കുവിലേക്ക് കയറി റിക്കുവിനെയും കൊണ്ട് തുറമുഖത്തിലെ ബെർത്തിലേക്ക് പോയി മൂറിംഗ് നടത്തും. എക്സ്പ്രസ് കാവേരി പോലുള്ള ചെറിയ കപ്പലുകളിൽ കയറുന്നത് പോലെ എളുപ്പമല്ല വലിയ കപ്പലുകളിൽ കയറുന്നതും ഇറങ്ങുന്നതും. വലിയ റിസ്ക് ഉള്ള ജോലിയാണ് ഈ പൈലറ്റുകളുടേത്. അന്തരീക്ഷം പ്രക്ഷുബ്ധവും കൂടിയാണെങ്കിൽ വലിയ അപകട സാധ്യതയുമുണ്ട്. കപ്പലും ടഗും രണ്ട് വഴിക്ക് പിരിഞ്ഞു. ചെറിയ കപ്പലായാലും വലിയ കപ്പലായാലും തിരിയുന്നത് കാണാൻ നല്ല രസമാണ്. ചെറിയ കപ്പലുകൾ മിക്കവാറും കപ്പൽ ചാലിന്റെ എൻട്രൻസ് വരെ പോകാതെ അതിന് മുന്നേ തന്നെ തിരിഞ്ഞ് പുറംകടലിലേക്ക് പോകും.
കുറച്ചു ദിവസം മുന്നേ നേവിയുടെ ഒരു കപ്പൽ ഇവിടെ വന്നിരുന്നു. സാധാരണ തുറമുഖത്തിൻ്റെയും കപ്പൽ ചാലിൻ്റെയും ആഴവും മറ്റും പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യുന്നത് ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഇന്ത്യ ആണ്. അത് നേവിയുടെ ഹൈലി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരിക്കും. 2024 ഫെബ്രുവരി 1 മുതൽ വൈസ് അഡ്മിറൽ ലോച്ചൻ സിംഗ് പഥാനിയ ആണ് ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഇന്ത്യയുടെ സ്ഥാനം അലങ്കരിക്കുന്നത്. ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ മാത്രമേ കപ്പൽ ചാലിൽ മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ എക്സ്പ്രസ് കാവേരി കൊച്ചി വഴി ജിബൂട്ടിയിലേക്ക് യാത്രയായി. MSC റിക്കു അസാധാരണമായ രീതിയിൽ മനൂവറിംഗ് നടത്തുന്നു. ടഗുകളും കപ്പൽ ചാലിന്റെ വെളിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സാധാരണയായി കപ്പൽ ചാലിന്റെ എൻട്രൻസിന് നേരെ വരേണ്ട റിക്കു ദിശ മാറി സഞ്ചരിക്കുകയാണ്. എക്സ്പ്രസ് കാവേരി കൊച്ചി ലക്ഷ്യമാക്കി കുതിക്കുന്നു. ടഗ് വളരെ സാവധാനമാണ് സഞ്ചരിക്കുന്നത്. അധികം ദൂരം പോകേണ്ടതില്ലല്ലോ. റിക്കു വീണ്ടും ദിശ മാറി. ഇപ്പോൾ കപ്പൽ ചാലിന് നേരെ വരികയാണ്. ഇതുപോലെ കപ്പലിൻ്റെ വീഡിയോകൾ എടുക്കുമ്പോൾ മിക്കവാറും വിഷ്വൽസ് എല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. കപ്പലുകൾ മാറി മാറി വന്നാലും ഒരേ പോലത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ അത് ബോറിംഗ് ആയി മാറും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഇതിനിടയിൽ കാണിക്കുക എന്നതാണ്. അതിനായി പരിസരം ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചാൽ എന്തെങ്കിലും കിട്ടും. അങ്ങനെ ചുറ്റുപാടും ശ്രദ്ധയോടുകൂടി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ആദ്യം കരുതിയത് റിക്കു ബർത്ത് ചെയ്ത ശേഷം അവസരം കാത്ത് MSC ജാനിസ് എന്ന കപ്പൽ പുറംകടലിൽ കിടപ്പുണ്ട്. ഈ കാണുന്നത് ജാനിസ് ആയിരിക്കും എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ഇത് ജാനിസ് അല്ല. പുറംകടലിലൂടെ, അതായത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിലൂടെ കൊളംബോയിലേക്ക് പോയ ലക്കി സ്റ്റാർ 06 എന്ന ഓയിൽ അല്ലെങ്കിൽ കെമിക്കൽ ടാങ്കറാണത്. വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. കപ്പലിൻ്റെ മുന്നിൽ താഴെയായി വെള്ള നിറത്തിൽ കാണുന്നത് കപ്പൽ തള്ളിമാറ്റുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന കടൽ വെള്ളമാണ്. ഇപ്പോൾ ഈ കപ്പൽ കൊളംബോയിൽ പോയ ശേഷം സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. അതായത് നല്ല സൂം ഉള്ള ക്യാമറയിൽ സൂം ചെയ്താൽ ഇതിലും വ്യക്തമായ ദൃശ്യം കാണാൻ പറ്റുന്ന അത്രയും അടുത്താണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്. ടഗ് റിക്കുവിനെയും കാത്തു കിടക്കുകയാണ്. ഡോൾഫിൻ 27 എന്ന ടഗ് റിക്കുവിനടുത്തുണ്ട്. ലക്കി സ്റ്റാർ 06 ഈ കപ്പൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്താണ് വിഴിഞ്ഞത്തേക്കുള്ള കപ്പലുകൾ സാധാരണയായി പുറംകടലിൽ നങ്കൂരമിടാറ്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കില്ലേ? കപ്പലുകൾ സഞ്ചരിക്കുന്ന റൂട്ടിലും അതിനടുത്തുമായി കപ്പലുകൾ നങ്കൂരമിടുന്നത് അപകടം ഉണ്ടാക്കില്ലേ? ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എക്സ്പ്രസ് കാവേരി കിടന്നതുപോലെ കുറെ കൂടി തുറമുഖത്തോടടുപ്പിച്ച് നങ്കൂരമിടുന്നതല്ലേ കൂടുതൽ സേഫ്? കരയിലുള്ളവർക്ക് കപ്പലുകളെ കാണുകയും ചെയ്യാം. റിക്കു ഇപ്പോൾ കപ്പൽ ചാലിന് നേരെ വരികയാണ്. പക്ഷേ വീണ്ടും തിരിയുന്നു.
ഇതെന്താണ് ഇങ്ങനെ? ആർക്കെങ്കിലും അറിയാമോ? പക്ഷേ ഈ തിരിയുന്നത് വീണ്ടും കപ്പൽ ചാലിന് വെളിയിലേക്കാണ്. ഏതായാലും നല്ല ദൃശ്യം. മെനൂവറിംഗ്. ഇതാണ് കരയോട് ചേർന്നുള്ള കപ്പൽ ചാലിന്റെ പച്ച ബോയു. അപ്പുറം കുറച്ചുകൂടി കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ചുവന്ന ബോയു. ഈ രണ്ട് ബോയുകൾക്കുമിടയിലുള്ള ഭാഗമാണ് കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് പോകാനുള്ള കപ്പൽ ചാൽ. എന്നാൽ ഇപ്പോൾ റിക്കു കപ്പൽ ചാലിന് വെളിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. കപ്പൽ ആടി ഉലയുന്നത് കണ്ടോ? രണ്ടു വശത്തേക്കും മാറി മാറി ചരിയുന്നുണ്ട്. റിക്കുവിന്റെ നാവിഗേഷൻ ബ്രിഡ്ജ്. ലക്കി സ്റ്റാർ കുതിച്ചു പായുകയാണ്. MSC റിക്കു ചുവന്ന ബോയുവിന് അപ്പുറത്തേക്കാണ് പോകുന്നത്. ഇത് എൻട്രൻസിലുള്ള ബോയു. ഈ ബോയുവിനും ഇതിന് പിന്നിലുള്ള ബോയുവിനും ഇടയിലൂടെ കപ്പൽ ചാലിലേക്ക് കടന്നു. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? ഇപ്പോൾ കപ്പൽ വീണ്ടും വലത്തോട്ട് തിരിയുകയാണ് കപ്പൽ ചാലിനുള്ളിലേക്ക് കയറാൻ. റിക്കുവിലെ കണ്ടെയ്നറുകൾ. കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നു. റിക്കുവിന്റെ ഫ്രണ്ട് മാസ്റ്റ്. മോട്ടോ സേഫ്റ്റി ഫസ്റ്റ്. ടഗുകൾ കപ്പലുമായി വടം കൊണ്ട് ബന്ധിപ്പിച്ചു. ഇപ്പോഴും കപ്പൽ ആടി ഉലയുന്നുണ്ട്. സേഫ്റ്റി ഫസ്റ്റ് എന്ന് എഴുതിയ ഭാഗം ശ്രദ്ധിച്ചാൽ കാണാം. നേരത്തെ മാറി നിന്നിരുന്ന ഫിഷിംഗ് ബോട്ട് പോകുന്നു. റിക്കുവിന്റെ ബ്രിഡ്ജ് ഏറ്റവും മുകളിലും അതിനു താഴെ കാണുന്ന ഭാഗത്ത് ക്രൂവിനുള്ള താമസ സൗകര്യവും കിച്ചനും മറ്റുമാണ്. ബ്രിഡ്ജിനകത്തുള്ള ആൾക്കാരെ കണ്ടോ? 2 പേരുണ്ട്. ഒന്ന് കപ്പലിന്റെ ക്യാപ്റ്റനും മറ്റേയാൾ ടഗിൽ ചെന്നു കയറിയ പൈലറ്റും ആയിരിക്കും. കപ്പലിലെ ജീവനക്കാരെ കണ്ടോ? ഫ്രണ്ടിൽ, അതായത് ബോവിൽ ഒരു ക്രെയിനുമുണ്ട്. കപ്പലിന്റെ പുകക്കുഴലുകൾ മുകളിലേക്ക് പോകുന്നത് കണ്ടോ? കപ്പലിനോട് ചേർന്ന് കടൽ വെള്ളം. നോ ടഗ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ആകെ പുകമയം. ടഗുകളും കപ്പലുമായി വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നത് കണ്ടോ?
ബോയുവിനടുത്തുള്ള ഫിഷിംഗ് ബോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ബോയുവിൻ്റെ വലിപ്പം മനസ്സിലാകുന്നു. ഒടുവിൽ MS ഇറിക്കോ പുലിമുട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു ക്രെയിൻ കണ്ടോ? ആ ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ആ വടം കപ്പലിലേക്ക് വലിച്ചെടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പേരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തും വരേക്കും ഗുഡ് ബൈ.